ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. ഒന്നും വലൈക്കും പറയുന്നില്ല. സലാം. ഒന്ന് പറയും ഞാന് പറഞ്ഞാല്. അസ്സലായി അറക്കെന്ന് പറയാനല്ലേ? എങ്ങനെ? അസ്സലായി അറക്കെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ? സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് പറയുന്നത് ഇപ്പൊ എന്താ കുഴപ്പം? ശരി. നിങ്ങളുടെ ടീമൊന്നും അങ്ങനെയല്ല പറയല്. ഏത് അസ്സലായി ടീം? ഞാനും അടക്കുന്നല്ല പറയല്. അസ്സലായി ഞാനും അടക്കുന്നല്ല പറയല് നിങ്ങളുടെ ടീമല്ലോ. ഇപ്പൊ നിങ്ങള് ജൂതന്മാര് സലാം പറഞ്ഞ നിങ്ങൾ എന്താ പറയാ? മടക്കൂല. അത്രയുള്ളൂ. നിങ്ങളെ പോലെ മിണ്ടാണ്ടിരിക്കും. അല്ലല്ലേ നിങ്ങള് അഭിവാദ്യം ചെയ്താൽ നമ്മൾ തിരിച്ച് അഭിവാദ്യം ചെയ്യും. ശരി. അതിന്റെ അർത്ഥവും വിശദീകരണമൊക്കെ വേറെ കാര്യല്ലേ? ഓ, നിങ്ങൾ എങ്ങനെയാന്ന് മതം ഫുള്ളായിട്ട് വിട്ടോ? മതത്തില് പകുതിയും പകുതിയായിട്ട് നിക്കാൻ പറ്റില്ല എന്നാണല്ലോ മതം പറയണേ. പക്ഷെ നിസ്ഫായിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? മതത്തിലെ ആദർശങ്ങളെല്ലാം ശരിയായിട്ട് തോന്നുന്നുണ്ടോ? അത് ശരിയാണെങ്കിൽ നമ്മളായി തന്നെ വെക്കൂലേ? എന്താ നിങ്ങൾക്ക് തെറ്റായി തോന്നിയ കാര്യം? എന്താ ശരിയെന്ന് പറയാനുള്ളത്? ആയിക്കോട്ടെ. നിങ്ങൾ ഇപ്പം എന്ത് മൂല്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാ ജീവിക്കുന്നത്? മാനവിക മൂല്യത്തെ അടിസ്ഥാനമാക്കിട്ടോ? മാനവിക മൂല്യം എന്ന് വെച്ചാല് ഇന്നത്തെ കാലത്ത് ധാർമ്മികതയും ധാർമ്മിക മൂല്യം വെച്ചിട്ട്. മാനവികത, ഇതിനൊരു ജനാധിപത്യം. മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മാറാൻ തയ്യാറാണോ? എങ്ങനെ? ഇന്നത്തെ ധാർമ്മികത മൂല്യവും ഇന്നത്തെ ഇനി ഇതിനേക്കാളും മികച്ചതായിട്ട് മാറിയാല് സ്വീകരിക്കും. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഏറെക്കുറെ അങ്ങനെ തന്നെയെന്ന് പറയാം. എല്ലാരും അങ്ങനെ തന്നെ. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു ധാർമ്മികത വെച്ചിട്ടായിരിക്കില്ല മുഹമ്മദ് നബി ജീവിച്ചിട്ടുണ്ടാവുക. ആയിരിക്കും. അപ്പൊ അന്നത്തെ കാലത്ത് മാനവരിൽ മഹോന്നതരായിരിക്കില്ല മുഹമ്മദ് നബി. അതുകൊണ്ടായിരിക്കില്ല അത്രയും പുണ്യ പദവിയിലേക്ക് ആ ജനങ്ങളെല്ലാം അവരെ ഞാൻ പറയണതല്ലേ, ഇപ്പൊ നമ്മളെ മോദിജി വിശ്വഗുരുവാണ് എന്ന് പറയുന്ന സംഖ്യകളുണ്ട് ഇവിടെ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആയിക്കോട്ടെ, അവരെ ക്വാളിറ്റി കണ്ടിട്ടായിരിക്കില്ല പറയുന്നുണ്ടല്ലോ വിശ്വഗുരുവാന്നുള്ള കാര്യം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അയാൾ തെറ്റായിട്ടും ഉറപ്പായിട്ട് തെറ്റാന്ന് പറയണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്? അതാ പറഞ്ഞ, ഒരു മനുഷ്യൻ ജീവിക്കുമ്പോ തെറ്റും ശരിയൊക്കെ ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. സമ്പൂർണമായിട്ട് തെറ്റായിട്ടുള്ള ഒരാളും സമ്പൂർണമായിട്ട് ശരിയായിട്ട് ഒരാളൊന്നും ഉണ്ടാവില്ലല്ലോ. ഗാന്ധിജിനെ ശരിയായ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗാന്ധിജീനെ ശരിയായ രീതി, ഗാന്ധിജീനെ നമ്മൾ പഠിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഗാന്ധിജിയുടെ ജീവചരിത്രമില്ലേ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗാന്ധിജി ഒരു നല്ല ഒരു മാനവരിൽ മഹോന്നതാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. എന്നാ പോട്ടെ, നല്ല മനുഷ്യനാണെന്നുള്ളൊരു തോന്നലുണ്ടോ? അങ്ങനെ അയാള് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, ദേശീയതയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ മാതൃകയാക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെയും മാതൃകയാക്കേണ്ട കാര്യം. ശരി. മദർ തെരേസനെയോ? ആരെയും മാതൃകയാക്കേണ്ട കാര്യമല്ല. എല്ലാത്തിലും ഉണ്ടാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് അവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല? അതെന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിട്ട് പറയും, മോശം കാര്യങ്ങളുള്ളത് മോശമായിട്ട് പറയും. ആയിക്കോട്ടെ, നല്ല കാര്യം ചെയ്യുന്ന ഒരു വ്യക്തി നല്ലവനായ വ്യക്തിയല്ലേ, അപ്പൊ അവരെ ഫോളോ ചെയ്യുന്നതിന് എന്താ തെറ്റില്ലത്? ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാൻ അതിന് കുഴപ്പമൊന്നുമില്ലേ? അവരെ ഫോളോ ചെയ്യാത്തവരൊക്കെ മോശക്കാരാണെന്ന അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ? അപ്പൊ ഞാൻ അതിനെ എതിർക്കും. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ട്, എതിർക്കും. നിങ്ങളിപ്പോ നമ്മുടെ മദർ തെരേസനെ ഫോളോ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഫോളോ ചെയ്യാത്ത എല്ലാവരും മോശക്കാരാണ്, അത് മാത്രമാണ് ഏറ്റവും മികച്ച മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ എതിർക്കും. തീർച്ചയായിട്ടും എതിർക്കും. അതെ, അങ്ങനെ വിശ്വസിക്കുന്നവരല്ലേ, അതിനെന്തിനാ എതിർക്കേണ്ട ആവശ്യമില്ല? അങ്ങനെ വിശ്വസിച്ചോട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വിശ്വസിക്കാത്തവരൊക്കെ മോശക്കാരാണെന്ന അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ എതിർക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, സംശയം ചോദിച്ചോട്ടെ? ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ ഫാമിലിനെ പറ്റിയിട്ടൊന്നും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെൺമക്കളുണ്ടോ? ഉണ്ട്. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം തികച്ചും സാങ്കല്പികമായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. വൃത്തികേട് പറഞ്ഞാൽ തിരിച്ചു പറയാ, അപ്പൊ അത് കേൾക്കേണ്ടി വരും. നിങ്ങൾ പറയാൻ പോണത് ഇപ്പൊ അമ്മ പെങ്ങൾ ഭോഗായിരിക്കും. നിങ്ങൾ ആകെ കയ്യിലുള്ള സാധനം അതാണ്. വേറെന്താണ് ചോദിക്കുന്നതല്ല. ഇന്നത്തെ ഈ ഒരു ധാർമ്മിക പ്രകാരം നിങ്ങൾക്ക് LGBT പറ്റിയിട്ടുള്ള അറിയോ? അറിയാം. അപ്പൊ താങ്കളുടെ ഒരു ഉദാഹരണം മാത്രാട്ടോ, ക്ഷമിക്കണം, വിഷമം നിങ്ങളെ മകളെ പറ്റി പറഞ്ഞോളി. ഓക്കെ, എന്റെ മകള് ഇപ്പൊ ഒരു ലെസ്ബിയൻ ആണെന്ന് വിചാരിക്കാം. ഇല്ലെങ്കിൽ പോട്ടെ, ഒരു വ്യക്തിയിലെ ഒരു മകള് ലെസ്ബിയൻ അല്ല, നിങ്ങളെ മകൾ തന്നെ പറഞ്ഞോളി. നിങ്ങൾ എന്റെ മകളെ പറയാൻ വേണ്ടി മുട്ടി വന്നതല്ലേ, നിങ്ങൾ അവിടെ തന്നെ പറഞ്ഞോളി. 16 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഓക്കെ, സാങ്കല്പികമല്ലേ. അപ്പൊ അത് അങ്ങനെ തന്നെ തുടക്കം മുതലേ അങ്ങനെ പരിശീലിക്കണം. മനസ്സിലായോ? ആയിക്കോട്ടെ. സാങ്കല്പികമായിട്ടുള്ള കഥയാണെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള വ്യക്തികളെയും കുറിച്ച് പറയാൻ പറ്റും. പറഞ്ഞോളി. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ആ മകള് ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു ചിന്താഗതി വെച്ച് ഇതാക്കുന്ന ഒരു പെണ്ണാന്ന് വിചാരിക്കാം. അതൊരു ചിന്താഗതി ആയിട്ടല്ല എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരാശയം ഇങ്ങനെ പഠിച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ സംഭവിക്കുന്നതല്ല എന്നാണ് എന്റെ മനസ്സിലാക്കൽ കേട്ടോ. ഇനി എന്നിട്ട് നിങ്ങളെ ചോദ്യം പറഞ്ഞോളി. അതായത് ഇപ്പൊ ഇങ്ങനെ ഇതുപോലെ ഒരു മകള് ലെസ്ബിയൻ ആണെന്ന് വിചാരിക്കാം.
അതായത് അവളുടെ ചിന്ത അവളുടെ സെയിം സെക്സിലുള്ള ആൾക്കാരോടാണ് അവൾക്ക് അട്രാക്ഷൻ ഉള്ളതും ഉം, സെക്ഷലായിട്ട് ഇന്റർകോസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളതും അങ്ങനെയാണെന്ന് വിചാരിക്കാം. ഉം. അപ്പൊ ഒരു പിതാവ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിതാവ് എന്നുള്ള നിലക്ക് അത് ഒരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിൽ എന്താണ് ഈ നല്ലതും ചീത്തയും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതായത് ഒരു ഉം, പെൺകുട്ടി ഉം, ലെസ്ബിയനായി ജീവിക്കാൻ തയ്യാറെടുക്കുന്നത് ഉം, അവളൊരു പാർട്ട്ണറുമായിട്ട് ജീവിക്കാൻ ലെസ്ബിയനായിട്ട് ജീവിച്ചാൽ മതി എന്ന് തീരുമാനം എടുക്കുന്നത്. ഉം, അപ്പൊ അവളുടെ പിതാവിന് അത് ഉം. അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഒരു അവരുടെ ഇന്നത്തെ ഒരു ജീവിതത്തിൽ പിതാവിന്റെ അംഗീകാരത്തിന്റെ പ്രസക്തി എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താ ഒരാള് ആ, ഒരാളുടെ ജീവിതത്തിൽ പിതാവിന്റെ അംഗീകാരം എന്തിനാണ്? ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനകത്ത് പിതാവ് ഒന്നുമില്ലെങ്കിൽ പോറ്റി വളർത്തിയ പിതാവല്ലേ? അവരുടെ അതിന് സംരക്ഷണത്തിലല്ലേ ഈ മകള് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു മകള് ഇത്തരം ഒരു ചിന്താഗതിയിലൂടെ കടന്നു പോകുന്നതിന് സംരക്ഷണത്തിലുള്ള എന്താണ്? പിതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രായപൂർത്തിയെത്താത്ത കുട്ടീനെ കുറിച്ചാണ് ചോദിക്കുന്നത്? അല്ല, പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ ഇത് അവർക്ക് എന്തായാലും സംരക്ഷണത്തിലല്ലേ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവും. പ്രായപൂർത്തിക്ക് വ്യക്തിപരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യം ഉണ്ട്. ഭരണഘടനാ നിയമപ്രകാരം 18 വയസ്സ്. ആ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ചവിട്ടി പുറത്താക്കും. എന്നാ പിന്നെ ചിന്തിക്കണ്ടാവും ആ മകളുടെ കാര്യത്തിൽ. എങ്ങനെ? 18 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ പിന്നെ അല്ല, ചിന്തിക്കണ്ടെന്ന് നിങ്ങൾ പറയുന്നത്. ഒന്നുകിൽ അവരെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുക. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്കൊന്നുമില്ല. അല്ല, ഈ ഒരു ഇങ്ങനത്തെ ഒരു ചിന്താഗതി വെച്ച് നടക്കുന്ന പെൺകുട്ടിനെ അംഗീകരിക്കുകയോ ഇല്ലയോ? അതായത് അവളുടെ അംഗീകരിക്കും, ശരിയാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കും, മകൾ അതൊന്നും അംഗീകരിക്കും. അംഗീകരിക്കും. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അല്ല, ഇപ്പൊ നിങ്ങളാണെങ്കിൽ അതായത് എന്ത് ചെയ്യും? അത് പറയൂ. ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞല്ലോ. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? ചവിട്ടി പറയും. പുറത്താക്കുവോ? ഇല്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് എന്നിട്ട് ചെയ്യേണ്ടത്? അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ശരിയാവണില്ല, വിട്ടുകൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും നിങ്ങള്? അവരിഷ്ടത്തിന് വിട്ടുകൊടുക്കും. അതിനെല്ലാം അംഗീകരിക്കാന്ന് പറഞ്ഞാല് അതെങ്ങനെ അംഗീകാരാവുക? അംഗീകാരം പിന്നെ സുഹൃത്തെ, അത് ബന്ധം തന്നെയാണ് പുലർത്തലുണ്ടാവില്ല. ഒരാളെ അതായത് നമ്മുടെ ഒരാളുടെ ചിന്താഗതിയിൽ ഒരാൾ ഒരാളുടെ ജീവിക്കുന്നെങ്കിൽ അവരുടെ പിന്നെ ജീവിതത്തിൽ അവരുടെ ചോയ്സിന് വിട്ടുകൊടുക്കുന്നതിനെയാണ് നമ്മൾ അതിനെ അംഗീകരിക്കും എന്ന് പറയുന്നത്. അല്ല, അംഗീകരിക്കണമെന്ന് ഉം. അങ്ങനെയല്ല. ഇപ്പൊ നാളെ ഒരു സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കും അത്? ആ, ചെയ്തു കൊടുക്കും. അങ്ങനെ തള്ളി പറഞ്ഞൊരു വ്യക്തിയെടുത്ത് സഹായം ചോദിച്ചു വന്നാൽ ചെയ്തു കൊടുക്കൂല. പിതാവായാലും ശരി, ചെയ്തു കൊടുക്കൂല. അപ്പൊ നിങ്ങൾ പോയി പണിയാക്കാൻ പറയും, അതല്ലേ? അതെ അതെ, ആ, അങ്ങനെ തന്നെ ചെയ്യുക. ശരി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ ഇന്നത്തെ ഇസ്ലാം മത ധാർമ്മികത വിശ്വാസം വെച്ചിട്ട്. അനുസരിച്ചിട്ട് ഇത് തെറ്റാണ്, ലെസ്ബിയൻ ചിന്താഗതി തെറ്റാണ് അല്ലെ? അതെ അതെ. ഓക്കെ. ഈ ചിന്താഗതി മനുഷ്യരിൽ ഉണ്ടാക്കിയതാരാ? ചിന്താഗതി ഈ ഒരു മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും മനുഷ്യരിൽ അല്ലല്ല. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറയും. ഇസ്ലാമിനെ കുറിച്ച്. ഇസ്ലാമിനെ കുറിച്ച് എന്താ? അന്നത്തെ പ്രകൃതി, അന്നത്തെ ജനങ്ങളുടെ പ്രകൃതി ഒന്നും അല്ല. അള്ളാഹ്ക്ക് എന്താ പണി? അള്ളാഹ്ക്ക് എന്താ പണി? അല്ല, സൃഷ്ടിച്ച് പരിപാലിക്കുക. അപ്പൊ അള്ളാന്റെ സൃഷ്ടിപ്പിന്റെ പ്രശ്നമല്ലേ ഇത്? അതിനിപ്പോ നമ്മൾ തല്ലൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? തീരുമാനമെടുക്കാനുള്ള വിഷ്ഫുൾ തിങ്കിങ് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടില്ലേ? ഇല്ല, ഇല്ല, അതായത് അവരുടെ വിശ്വസിച്ച് ഇല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇല്ല, അധികാരം ജനങ്ങൾക്ക് ഉണ്ട്. ഇല്ല. പിന്നെ അങ്ങനെ ഒരു വ്യക്തി തെറ്റ് ചെയ്യില്ല. അപ്പൊ ഒരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കണോണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നരുത്. നിങ്ങൾക്ക് ഗേ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ബൈസെക്ഷൽ ആണോ? അല്ലല്ല, ഞാൻ നിങ്ങൾ ആൺകുട്ടികളോട് വികാരം തോന്നാറുണ്ടോ? ഇല്ല, തോന്നാറില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. പറ്റൂല. എല്ലാത്തിനും ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പറയും. അപ്പൊ അതായത് അള്ളാഹ്ക്ക് ഇതിൽ എന്തോ റോളും ഇല്ലേ? അല്ല, മനസ്സിലായി. അതായത് അപ്പൊ അള്ളാഹ് അങ്ങനെ സൃഷ്ടിപ്പിച്ചത് കൊണ്ടാന്ന് അങ്ങനെ വന്നു എന്നല്ലേ പറയുന്നത്? അതെ. അതപ്പൊ ഇന്നത്തെ ധാർമ്മിക അതിന്റെ ഉത്തരവാദിത്തം അള്ളാഹ്ക്ക് ഉണ്ടോ ഇല്ലേ? അല്ല, ഇത് മുന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. മുന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ലെസ്ബിയനോ ഗേയോ ആയിട്ടുള്ള ആൾക്കാരോ ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടല്ലോ. ലൂത്ത് നബീന്റെ ജനതേനെ അള്ളാഹു നശിപ്പിച്ചു എന്ന് പറയണേ. എന്തിന്? ആരാ? ലൂത്ത് നബിയുടെ ജനതേനെ അള്ളാഹു നശിപ്പിച്ചു എന്ന് നിങ്ങളെ വിശ്വാസത്തിലില്ലേ? നൂഹല്ല, ലൂത്ത്. അതിനെപ്പറ്റി എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. വേറെന്താ വർത്താനം? അല്ല, നിങ്ങൾ ഇത് പറയല്ല. എന്താണ് ഇതിപ്പോ നിങ്ങൾക്ക് അംഗീകരിക്കുന്നല്ല പറഞ്ഞത്. ഇന്നത്തെ ഒരു ധാർമ്മിക ഇത് വെച്ചിട്ട് അവര് മനുഷ്യരാണ് സുഹൃത്തെ. അവരുടെ മാനുഷിക മൂല്യങ്ങൾ, അവരുടെ മനുഷ്യാവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം. ആയിക്കോട്ടെ. ഇപ്പൊ പ്രകൃതിപരമായിട്ട് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രകൃതിപരമായിട്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. മനുഷ്യരിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, പിന്നെ അറിയില്ലത് മറ്റു ജീവികളിലും ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ധാരണ ഇല്ലാത്തതാണ്. ഒന്നാമത് ഞാൻ ഇതില് ഭയങ്കര ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, അതിന്റെ സോഷ്യൽ സയന്റിഫിക് അങ്ങനത്തെ ഒന്നും കിട്ടൂല. എന്താ വെച്ചാല് ഏതോ ഒരു കടലാമയായിട്ട് ജനിക്കുമ്പോ പുരുഷനായി ജനിച്ച് സ്വയം തന്നെ പ്രത്യുൽപാദനം നടത്തിയിട്ട് പിന്നീട് ഒരു ഫീമെയിൽ ആയിട്ട് മാറുന്ന ഒരു പ്രക്രിയയിലുണ്ട്. അല്ല, അങ്ങനെയല്ല, ഹോമോസെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ടെൻഡൻസി ഉള്ള മൃഗങ്ങളുണ്ട്, മറ്റു ജീവികളുണ്ട്. ഒരു ഉദാഹരണം പറയാമോ? ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ എങ്ങനെ ഏകോശ ജീവിനെ പറ്റിട്ടാ പറയുന്നത്? അല്ല, അല്ലാത്ത പക്ഷം അങ്ങനത്തെ നിലവിലില്ല.
നിലവിലില്ലേ? ഇല്ലാന്ന് തന്നെയാണ് എന്റെ പഠനങ്ങൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇത് മനുഷ്യന്മാരെ ആലോചിച്ചുണ്ടാക്കുന്നതാണോ? മനുഷ്യന്മാരുടെ ചിന്തയിലും മനുഷ്യന്മാരുടെ ബിഹേവിയറിന് ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടാവുന്നതാണ്. ഇപ്പൊ ഒരു ആൺകുട്ടി കൂടുതലായിട്ടും കുറെ കാലം പെൺകുട്ടികളുടെ കൂടി പെൺകുട്ടികളെ ഒപ്പം മാത്രമായി നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ ചേഷ്ടകളിലും അവന്റെ പ്രവൃത്തികളിലും പെൺകുട്ടിയുടെ സ്വഭാവം റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇത്തരം ചിന്താഗതിയിലേക്ക് മാറുന്നത്. അങ്ങനെയുള്ളവരാണോ അത് ചിന്താഗതിയിൽ മാറുന്നത്? ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ? സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അല്ല, പിന്നെങ്ങനെയാ? അല്ലാന്ന് റീസൺ എന്താണ്? ഇപ്പൊ ഈ മദ്രസയിൽ ഉസ്താദുമാര് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് അവർക്ക് ആ ടെൻഡൻസി ഉണ്ടാവുള്ളല്ലേ? പള്ളി ദർസുകളിൽ പഠിച്ച കുട്ടികള് അത് പെൺകുട്ടികളെയും കൂടെ ദുരുപയോഗം ചെയ്യുന്നില്ലേ? എങ്ങനെ? അല്ല, ഞാൻ ചോദിക്കാം. ഇപ്പൊ മദ്രസയിൽ ഇസ്ലാം ഹറാമാക്കിയ ഒരു സാധനമാണല്ലോ ഇപ്പൊ ഈ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ്, അല്ലെ? അപ്പം മദ്രസയില് ഉള്ള ഉസ്താദുമാരില് ഈ പള്ളി ദർസുകളിലൊക്കെ ഒരുപാട് ബൈസെക്ഷൽ ആയിട്ടുള്ള ഉസ്താദുമാരുണ്ടെന്നല്ല നമ്മൾ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ അടുത്തുള്ള ദർസിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ വിളിച്ച് ചോദിച്ചു നോക്കി, തെളിവ് എന്താണ്? നിങ്ങൾ എവിടുന്ന വിളിക്കുന്നത്? ചിന്താഗതി ആയിരിക്കും അവരെ സെക്ഷലായിട്ട് മറ്റു ചെയ്യാൻ കഴിയില്ല ഒരു ഓപ്ഷനിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാന്നല്ല, അങ്ങനെ ഒരാൾക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയില്ല സുഹൃത്ത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പരസ്പരം കൺസേണോടുകൂടി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുമോ? അതാണ് ചോദ്യം. ഇല്ല, തോന്നൂല. അതാണ് പ്രശ്നം. അതെല്ലാവരും നിങ്ങളത് വേണമെന്ന് വെച്ചാലും നടക്കൂല. നിങ്ങൾക്ക് മനുഷ്യന്മാര് മറ്റു ജീവികളിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനുഷ്യന്മാരുടെ ബുദ്ധിയും നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ സംഭവം അല്ലാതെ ഈ സെക്സ് അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യന് ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഇതുമായിട്ട് ചുറ്റിപ്പറ്റി മാത്രമല്ലല്ലോ മനുഷ്യന്റെ ധാർമ്മികത ഉള്ളത്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഞാൻ പറയട്ടെ, ഇപ്പൊ അന്നത്തെ കാലത്ത് കുറെ കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? 5 കഴിച്ചു 6 കഴിച്ചു. അല്ല, അന്നത്തെ കാലത്ത് വെച്ചിട്ടല്ല, ഇന്നത്തെ കാലത്ത് വെച്ചിട്ടാ പറയുന്നത്. അന്നത്തെ കാലത്ത് വെച്ചിട്ടല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ അങ്ങനെയല്ല വിമർശിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, അന്നത്തെ ആ ഒരു ധാർമ്മികത, അന്നത്തെ സമൂഹവും അത് വെച്ചിട്ടല്ല ഞാൻ ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഇന്നത്തെ ഇസ്ലാമിനെ വെച്ചിട്ടാണ്. ഓക്കെ, ഇന്നത്തെ ഇസ്ലാമിനെ വെച്ചിട്ട് നിങ്ങൾ പറയുന്ന വെച്ചാൽ ഉസ്താദുമാര് പറയുന്ന ഓരോ സ്പീച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ലേ? അല്ല, കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്താ കിതാബിൽ എഴുതി വെച്ചത്? എന്താണ്? ഞാൻ പറയട്ടെ, ഇപ്പൊ അന്നത്തെ കാലത്ത് ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങളെല്ലാം ജീവിക്കുന്ന ഒരു മിനിറ്റ്, അന്നത്തെ കാലത്ത് ഈ ജനങ്ങളൊക്കെ ജീവിക്കുന്നതിന്റെ ഒരു പാർട്ട് മാത്രമായിട്ടാണ് മുഹമ്മദ് നബി ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവരെന്തൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഫോളോ ചെയ്തിട്ട് മാത്രമാണ് ജീവിച്ചോണ്ടിരുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പം കുറെ ചിന്താഗതി മാറിയിട്ട്, മുമ്പിൽ ഒരു പ്രത്യേകത എടുക്കട്ടെ, കുറെ മാറിയിട്ട് ഇപ്പം എന്തായി, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ആണുങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിന്റെ മുമ്പുണ്ട്. എന്തായി പറയുന്നത്? നിങ്ങൾ ഉണ്ടെന്ന് ഇങ്ങനെ വാക്കാല പറഞ്ഞാ പോരല്ലോ. ഇപ്പൊ നിങ്ങൾ ഇല്ലാന്ന് വെറുതെ പറഞ്ഞാൽ പോലെ. ലൂത്ത് നബിന്റെ ജനതേനെ അള്ളാഹ് നശിപ്പിച്ചത് എന്തിനാണ്? ഭൂമി ചെങ്കടൽ അല്ല, എന്താണ് ചാവുകടൽ എന്നൊരു പ്രദേശമുണ്ട് ഭൂമിയില്. എങ്ങനെ പറയുന്നില്ല? അള്ളാഹ്ക്ക് തെളിവില്ല കൊണ്ട് അള്ളാഹ് ഇല്ല പറയുന്നില്ല. അതുപോലെ തന്നെ ഇത് ബൈസെക്സുവലായിട്ട് ഹോമോസെക്സുവലായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരു തെളിവ് പോലെ അന്നത്തെ കാലത്തില്ല, അതുകൊണ്ട് അതില്ല. ശരി. അപ്പൊ അള്ളാഹ്ക്ക് തെളിവില്ല, അള്ളല്ല, അതുകൊണ്ടാണ് അള്ളല്ല എന്ന് പറയുന്നത്. അല്ല, അത് വേറെ. നിങ്ങൾ ഇങ്ങനെ വിട്ടു പോയാൽ എങ്ങനെയാ? നമ്മൾ ഒരു പോയിന്റിൽ നിങ്ങൾ നിൽക്ക്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ധാർമ്മിക ചിന്താഗതി നമ്മൾ ഇതെല്ലാം മാറിയിട്ട് ഇൻസിലേക്ക് മാറുന്ന. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളടുത്ത്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. എന്താ ഇതിനെ പറ്റി സംസാരിക്കാത്തെ? അല്ല, ഇത് മാത്രം സംസാരിക്കാൻ ഞാൻ ഇതിൽ തൽപര കക്ഷിയല്ല. നിങ്ങൾ അബൂബക്കർ കാസിമിനെ വിളിച്ച് ചോദിച്ചോളി. അങ്ങനത്തെ പറ്റുന്ന മൂല്യന്മാരുണ്ട്. ഇത് ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റിലേക്ക് വരാം. അല്ല, എനിക്കിതല്ല മെയിനെന്ന്. നിങ്ങൾക്ക് ഇത് മെയിൻ ആണെങ്കിൽ നിങ്ങൾ അത് മെയിൻ ആക്കി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോയി അന്വേഷിച്ചു. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ പറയാൻ വരുന്നത്. അല്ല, എന്റെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ അതല്ല. എന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ പറയാം. ഇസ്ലാം ദൈവികമല്ല എന്ന് ഞാൻ എന്താ പറയാ കൺഫേം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ലേവറി. സ്ലേവറി ഒരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടിമത്തം ഒരു മികച്ച ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്തല്ല, എന്നത്തെ കാലത്തും. എന്നത്തെ കാലത്തും അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതി മോശമായിരുന്നോന്ന്. മോശമായ വ്യവസ്ഥിതി പണ്ട് ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ള വേറെ കാര്യം. അതൊരു ഇപ്പോഴത്തെ ചിന്താഗതിയല്ല. അടിമത്തം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പൊ ഈ നൂറ്റാണ്ടിലാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ചിന്തയിലാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ധാർമ്മികതയാണ് പറയുന്നത്. മനുഷ്യരെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന ഒരു വ്യവസ്ഥിതി ഒരു നീചമായ വ്യവസ്ഥിതിയാണ്. നിങ്ങൾക്ക് വാദമുണ്ടോ ഇല്ലേ? ശരി തന്നെയാണ്. അത് ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലേ?
അനുവദനീയമായിരിക്കാം. ആയിരിക്കാം എന്നല്ല, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും. എന്താ നിങ്ങൾ അറിയാത്ത പോലെ കളിക്കുന്നത്? നിങ്ങൾ അല്ല, അപ്പുറത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു നോക്കി. അപ്പുറത്തേക്കാളവിടെ ഞാന് നിങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് ആവശ്യത്തിന് സപ്പോർട്ടർ ഉണ്ടല്ലോ, ചോദിക്കി. അടിമത്ത ഹലാലാണോ ഹറാമാണോ ചോദിക്കി. അടിമത്ത ഹലാൽ തന്നെയാണ്. ഹലാലാണ്. ആ ഉം. ഓക്കെ. അടിമത്ത അത് ഹലാലായ ഒരു മതം നിന്നിട്ട് പിന്നെ നിങ്ങളാണ് എന്നിട്ട് ബാക്കി മാനവികതയും ധാർമ്മികതയും സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ സുഹൃത്തെ, എന്തായാലും പറയാനുള്ളത്? കാലഘട്ടം കൂടെ പരിഗണിക്കണ്ടേ? കാലഘട്ടം പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം ഇസ്ലാമിന്റെ അവകാശവാദം ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലേക്ക് വന്ന മതമാണോ? ഇപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി ഉണ്ടാക്കിയ നിയമം. ഭൗതിക ഒരു വിശ്വാസങ്ങളെ മിനിറ്റ് കണ്ടെടുത്ത് കൊല്ലണമെന്ന്. അങ്ങനെയല്ല. ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് വേണ്ടി അള്ളാഹ് ഉണ്ടാക്കിയ മതാണോ? അതെന്താണ് എക്സ്പയർ ആവുക? ജീവിക്കുമ്പോ ഇറക്കപ്പെട്ട സാധനമാണ്. ആ സമയത്ത് ഇറക്കപ്പെട്ടതാണ്, അതിൽ സംശയമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് അതെന്നാണ് എക്സ്പയർ ആവുക? അത് എക്സ്പയർ ആയോ? എങ്ങനെ ഉദ്ദേശിച്ച് എക്സ്പയർ ആയോന്ന് വെച്ചാൽ ആ മത നിയമങ്ങൾ, അന്നത്തെ ധാർമ്മികത എക്സ്പയർ ആയോ? അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്ഡേറ്റ് ചെയ്യണോ? വെക്കണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം. അനുവദനീയമാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ അനുവദനീയമാണോ? ആ സുഹൃത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോരെ. നല്ല എത്ര കാര്യങ്ങളുണ്ട്. നിസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ ഒരു ഇസ്ലാമിൽ അടിമത്തത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയട്ടെ, ഒരു സൊസൈറ്റിയിൽ ഇപ്പൊ മതത്തിന്റെ സ്വാധീനം. ഞാൻ സൊസൈറ്റിയെ കുറിച്ചും മനുഷ്യന്മാരെ കുറിച്ചേ അല്ല, മതത്തിന്റെ അവകാശവാദം, പ്രത്യയശാസ്ത്രം, ദൈവം, ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച. എഫക്ട് ചെയ്യുന്ന സാധനം മനുഷ്യന്മാരല്ലേ? അപ്പൊ മനുഷ്യന്മാരെ ഉൾപ്പെടുത്താണ് എന്ത് കാര്യമില്ല മതത്തില്. ഞാൻ ചോദിക്കുന്നത്, മതം എന്ന് പറയുന്ന ഈ മതത്തിനകത്ത്, ഇസ്ലാം മതത്തിനകത്ത് ഇപ്പൊ നിങ്ങൾ പറയണു ഇന്നത്തെ കാലത്ത് തെറ്റാണ്, അന്നത്തെ കാലത്ത് തെറ്റല്ല. ഓക്കെ. അപ്പൊ അള്ളാഹു 7-ാം നൂറ്റാണ്ട് വരെ അറിവ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളാണോ? അതോ ഇന്നത്തെ കാലത്തെ മനുഷ്യന്മാർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണോ ഇസ്ലാം? ഇന്നത്തെ കാലത്തെ മനുഷ്യന്മാർക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കാലത്ത് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയ മതത്തിൽ എങ്ങനെയാണ് അടിമത്ത ഹലാലാക്കി വെക്കുക? പറയും. അപ്പുറത്തെ ആൾക്കാരോട് ചോദിച്ച് പറയുമ്പോ നേരം വൈകും. അല്ല, അടിമത്ത ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ആര് പറഞ്ഞു നിങ്ങളോട്? മതനിയമം ലോകാവസാനം വരെ നിലനിൽക്കൂലേ? ശരീരത്തിൽ മാറ്റം വരുത്തുമോ? അള്ളാഹ് ഹലാലാക്കിയതിനെ ഹറാമാക്കാനോ അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കാനോ പറ്റുമോ? ഹറാമാക്കുന്നില്ലല്ലോ ഇന്ന്, ഹലാലാക്കുന്നില്ല, ആരും ചെയ്യുന്നില്ല. അത് മതം എന്ന് പറഞ്ഞ മൂല്യമല്ലേ സുഹൃത്തെ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യല്ലേ? ഇപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ പല മതനിഷിദ്ധാക്കിയ പലിശ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പലിശയോ? ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവം പലിശ. അപ്പൊ അതോ? അത് കഴിവില്ല, അത് നന്മയാണ്. അപ്പോ എങ്ങനെയാ? അത് ഹറാമാണ്, കുഴപ്പമൊന്നുമില്ല, എന്നിപ്പോ എല്ലാരും ചെയ്യണില്ല, അങ്ങനെയാണോ അതിനെ കുറിച്ച് കാഴ്ചപ്പാട്? അതോ തെറ്റാണെന്ന് തന്നെയാണോ? അത് ഹറാമാണെന്ന് തന്നെയല്ലേ, ബോധ്യത്തിൽ തന്നെയല്ലേ ചെയ്യുന്നത്? അതെ അതെ. അപ്പൊ അടിമത്തം ചെയ്യാതിരിക്കുന്നത് ഹലാലാണെന്നുള്ള ബോധ്യത്തിൽ നാട്ടുകാർ സമ്മതിക്കാത്തോണ്ട് ചെയ്യാത്തല്ലേ? നാട്ടുകാർ സമ്മതിക്കാത്തോണ്ടല്ലേ ഇന്നത്തെ ആണ്. ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളും ചിന്തിച്ചു. അടുത്തിടെ ഒരു ക്രിസ്ത്യൻ അല്ല, സോറി, ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഇതേപോലെ തന്നെ ജാതി വ്യവസ്ഥയും മതവ്യവസ്ഥയും വെച്ചിട്ട് അടുത്ത റീസെന്റ് ആയിട്ട് വന്ന് അത് നിർത്തലാക്കിനി. അപ്പൊ അവിടെ അതുവരെ തുടങ്ങിയിട്ടുണ്ടായി. ഏത് മതത്തിന്റെ ബേസിലാണ് തുടങ്ങിനി? അവരുടെ മതത്തിലെ നിയമം കൽപ്പിച്ചുകൊണ്ടെന്ന് അവരങ്ങനെ ചെയ്തിനി. അറിയില്ല. സാമൂഹികത്തിന്റെ ചുറ്റുപാടിന്റെയും ആ ജീവിക്കുന്ന സുഹൃത്തെ, ഒരു സാമൂഹിക ഇസ്ലാം എന്താണ്? നിങ്ങളെ അഭിപ്രായത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു. ഇസ്ലാമിനെ പറ്റി ഞാൻ എന്താണ് ഇസ്ലാം? എന്തിനാണ് ഒരു മനുഷ്യൻ ഇസ്ലാം? അത് പറയും. നിങ്ങൾ പറയുന്നതിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു സമൂഹത്തില് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ലളിതമായിട്ട് പറയൂ. ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചു അല്ല നിങ്ങളെ ചോദ്യം ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ്, ആർക്കാണ്? മനുഷ്യർക്ക് വേണ്ടിയിട്ട്. ഏത് കാലത്തുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട്? എല്ലാ കാലത്തുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട്. എന്താണ് ഇസ്ലാം? ഇസ്ലാമിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏക ദൈവത്തിനെയും വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മരണശേഷം അവന് പ്രതിഫലം ലഭിക്കുന്നില്ല. ഒറ്റ ഇത് മാത്രമേ ഇസ്ലാമിന്റെ അടിത്തറയായിട്ടുള്ളത്. അങ്ങനെ ഒരാൾ വിശ്വസിച്ച അയാൾ മുസ്ലിമായി. പിന്നെ ഹറാമു ഹലാലൊക്കെ കാലാകാലത്തിനനുസരിച്ച് അയാൾക്ക് സ്വീകരിക്കാം, അങ്ങനെയാണോ? ഇല്ല, പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും ബാധകമാകുന്ന, പകരം വെക്കാനില്ലാത്ത, ഇതിനേക്കാളും മികച്ച ഒരാശയം ആർക്കും കൊണ്ടുവരാൻ കഴിയാത്ത അത്രയും മികച്ച ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്നാണ് ഇസ്ലാമിന്റെ അവകാശവാദം. ശരിയല്ലേ? അല്ലേ?
അത് ശരിയായിരിക്കും. അത് പക്ഷെ അന്ന് അതേ അത് ശരി, അതാണോ ഇസ്ലാമിന്റെ അവകാശവാദം? അല്ലെങ്കിൽ നമ്മൾ ചർച്ച ഇവിടെ നിർത്തണേ. അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടത്തെ ഒരു സാധനം വെച്ച് നമ്മളിപ്പോ എന്തിനാ ചർച്ച ചെയ്യുന്നത്? അങ്ങനെ ഒരു അല്ല അവകാശവാദം ഇസ്ലാമിന് ഉള്ളതുകൊണ്ടാണ് സുഹൃത്തെ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴും. ആയിക്കോട്ടെ, അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടെങ്കിൽ തന്നെ അതിലത്തെ നല്ല കാര്യം മാത്രം എടുത്താൽ പോരെ. നിങ്ങൾ ഇതിനെ തെറ്റായ കാര്യം ചകഞ്ഞു വെച്ചിട്ട് അത് അടിപൊളി. ഫോളോ അപ്പൊ ചെയ്യിക്കാൻ ഇസ്ലാമിൽ നിൽക്കുന്നത്. കുറെ നല്ലതും കുറെ ചീത്ത ഉണ്ടെങ്കിൽ പിന്നെ ഈ ആ അവകാശവാദത്തിന്റെ അർത്ഥം എന്താണ്? ഇതിനേക്കാളും മികച്ചതൊന്നും കൊണ്ടുവരാൻ ആർക്കും കഴിയൂല, ഇതാണ് ഏറ്റവും അതൊക്കെ മികച്ചത്. ഈ തരം ഉസ്താദുമാരുടെ അവകാശമല്ലേ? അവകാശവാദങ്ങളുടെ അത് അർത്ഥം എന്താണ്? ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത കാര്യങ്ങളല്ലേ. എങ്ങനെ? അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ജീവിതവും ജീവിതമാർഗവും ആക്കാൻ വേണ്ടി മാത്രം ഇറക്കിയ സംഭവമാണ് അത്. കാലാകാലത്തിൽ അവർ ഫോളോ ചെയ്യണം. പക്ഷെ അതിൽ തെറ്റായ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ധാർമ്മിക മൂല്യം വെച്ചിട്ട് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അങ്ങനെ മാറ്റി നിർത്താൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ടോ? ഇല്ലേ? ഹലാല അല്ല ഹറാമ് ഹറാമായ കാലാകാലത്തിനനുസരിച്ച് കാര്യങ്ങളോ നല്ലതും ചീത്തയും നിർബന്ധമില്ലാത്ത തെരഞ്ഞെടുക്കാൻ. ഒരു കാര്യങ്ങളോ മിനിറ്റ്. ഞാൻ ഒരു പറയട്ടെ, ഒരു ഇന്നത്തെ സാമൂഹ്യ ധാർമ്മികത ജീവിതത്തിനിടയിൽ മൂല്യത്തിനെ നിങ്ങൾ ഖണ്ഡിക്കുന്ന നിങ്ങൾ നിങ്ങൾ അല്ല വിളിച്ച വെയിറ്റ് സ്റ്റേഷൻ മാറിപ്പോയി. ആക്ക് ഒന്നുകൂടി വെയിറ്റ് പറയട്ടെ. ആക്ക് വെയിറ്റ് ആക്ക് ഒരു മിനിറ്റ്, അല്ല വെയിറ്റ് ആക്ക്. ഒരു വെയിറ്റ് ആക്ക്. ഞാൻ ചോദിക്കട്ടെ. ഇസ്ലാം എന്ന് പറയുന്ന മതം നിങ്ങൾ പറയുന്നത് അനുസരിച്ച് അത് അന്നത്തെ മനുഷ്യന്മാർക്ക് അന്നത്തെ മൂല്യം അനുസരിച്ച് ഇറക്കി കൊടുത്തൊരു കിതാബാണ്, അല്ലേ? ഈ അതെ അതെ നൂറ്റാണ്ടിലെ മനുഷ്യന്മാർ ജീവിക്കേണ്ടത് ഈ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ്, ധാർമ്മികത അനുസരിച്ചിട്ടാണ്. ഇതാണ് നിങ്ങളെ വാദം? ആ പിന്നെന്തിനാണ് നമ്മൾ അന്നത്തെ നൂറ്റാണ്ടത്തെ കഥ ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കണേ? പക്ഷെ നിങ്ങൾ അല്ല അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചിട്ട്. സംസാരിക്കാല്ലേ അയാളത്ത് കൊടുക്കി, നിങ്ങളെ ശ്രദ്ധ മാറിപ്പോണ്ട്. അല്ല അയാളെ യുക്തിവാദിയാന്ന്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അതെ ടൈപ്പാ. യുക്തിവാദികളൊക്കെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ വന്നപ്പോ നിങ്ങളെയൊക്കെ എന്താ പറയണ്ടേ? യുക്തിവാദികൾ കൂട്ടുപിടിച്ചതല്ല, അവർക്ക് ഇതിനൊന്നും മറുപടി ഇല്ല ചോദ്യത്തിന്. അപ്പൊ നിങ്ങളോട് അപ്പൊ ചോദിച്ചാൽ മറുപടി നിങ്ങൾ ചോദിച്ചോളി. ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞില്ലേ? ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഇനിയും ചോദിച്ചോളൂ. അതന്നെ നേരത്തെ ചോദിച്ചു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നേരത്തെ ചോദിച്ച കാര്യം ഇല്ലത്രേ, അത് വിടും. ഞാൻ ഇപ്പൊ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു 10 മുസ്ലിം കുട്ടികൾ ഇവിടെ നിർത്തി നോക്കാം. ഞാൻ പറയണത് നമ്മളൊരു വിഷയം പറഞ്ഞ അതാണ് തീരുമാനമാക്കിയിട്ട് പോവല്ലേ, അതല്ല ഇതിന്റെ ഒരു ശരി. അതായത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു ആശയം എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ദൈവത്തെ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക. ഈ സൽക്കർമ്മങ്ങൾ എങ്ങനെയാണ് നമുക്കറിയാം? നല്ലതും ചീത്ത എങ്ങനെ മനസ്സിലാവുക? ആരെയും ദ്രോഹിക്കാതെ തന്റെ അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് വേണ്ടി നിസ്കാരം ചെയ്യുകയും നോമ്പ് വെക്കുകയും ചെയ്ത് ജീവിക്കുക, സമാധാനത്തോട് ജീവിക്കുക. അപ്പൊ ഒരാൾക്ക് അപ്പൊ പിന്നെ ഹറാമു ഹലാലും ഒക്കെ ആരാ പറയാ? ഒരു കാര്യം എന്താണ് തിന്മ എന്ന് പറഞ്ഞ? തിന്മ എന്ന് പറഞ്ഞല്ലോ, തിന്മ പറഞ്ഞ എന്താണ്? തെറ്റായ ഒരു കാര്യം. ഇസ്ലാമിന്റെ കാര്യത്തിൽ അനുവദനീയം എന്താ? ഹലാല് പറഞ്ഞ ഹലാൽ പറഞ്ഞ അനുവദനീയം. ആരനുവദിച്ചത്? അള്ളാഹു അനുവദിച്ച കാര്യങ്ങള്. ഏത് കാലത്തേക്ക്? ആർക്ക് അനുവദിച്ചത്? സുഹൃത്തെ, ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും അനുവദനീയമായതിനാണ് ഹലാല് പറയുന്നത്, അല്ലെ? ആയിക്കോട്ടെ, അത് ആണോ അല്ലേ? നിങ്ങളാണെങ്കിൽ അറിയാം. ഹലാലായ കാര്യങ്ങൾ മുഴുവൻ എടുക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലാലായത് ചെയ്യാൻ അനുവാദമുണ്ട്. അതല്ലാതെ അതായത് ലോകത്ത് ഇന്ന് എല്ലാ മനുഷ്യർക്കും തിന്മയായിട്ടും ഏറ്റവും ദുഷിച്ച ഒരു കാര്യമായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യം അനുവദനീയമായി വെക്കുക എന്ന് പറയുന്നത് ലോകത്തെല്ലാവരും അടിമത്തം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ പോലും അടിമത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെ ചെറുതാവുക? മനുഷ്യൻ എന്റെ സഹജീവിയെ അടിമയാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനും വാങ്ങാനും പറ്റുന്ന രീതിയിൽ വെക്കുക എന്ന് പറയുന്നത് അടിമത്താണ്. പറയുന്നത് കേക്ക്. അടിമത്തം എവിടെയാ നിർബന്ധാക്കിയിട്ടുള്ളത്? അടിമത്തം അനുവദനീയമാണ്. നിർബന്ധം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിർബന്ധാക്കിയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ അതിലെന്താ പ്രശ്നമുള്ളത്? അത് നിർബന്ധാക്കിയാലാണ് അതൊരു തെറ്റായി മാറുന്നത്. ചെയ്യാതിരിക്കാതിനൊരു ഓപ്ഷൻ. അപ്പൊ ഒരാളെ കൊല്ലുന്നത്, ഒരു മിനിറ്റ്, ഒരാളെ കൊല്ലുന്നത് നിർബന്ധമായാലേ കുഴപ്പമുള്ളൂ. കൊലപാതകം അനുവദനീയമാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയാണോ? ഇപ്പൊ കൊലപാതകം ചെയ്യുന്നില്ല മതത്തിന്റെ പേരില്. ഞാൻ ചോദിക്കുന്നത് കൊലപാതകം അനുവദനീയമായാൽ കുഴപ്പമില്ല എന്നാണോ? അത് ചെയ്യുന്ന പക്ഷം തെറ്റി. അനുവദനീയമാണ് കുഴപ്പമില്ല. ഇപ്പൊ ഇസ്ലാമിൽ പറഞ്ഞില്ലേ, അതായത് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം. നിങ്ങൾ ഏതൊരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടു. എല്ലാരും ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഖുറാനിലില്ലേ? അത് അടിമത്തം ചെയ്യുന്നില്ല സുഹൃത്തെ. അടിമത്തങ്ങൾ ചെയ്യാത്തത് ഇസ്ലാം അനുവദമില്ലാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് നിർബന്ധാക്കിയ ഒരു കാര്യമാണെങ്കിലോ എന്തായാലും ചെയ്യൂലേ? നിർബന്ധാക്കിയ കാര്യം ചെയ്യുന്നുണ്ടോ നിങ്ങളെല്ലാതും? ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല. പലിശ കൊടുക്കുന്നുണ്ടോ എല്ലാരും? ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഞാൻ ചെയ്യുന്നില്ല. പലിശ എന്താണ്? ഹറാമാണ്. ചെയ്യുന്നുണ്ടോ എല്ലാരും? എല്ലാരും ചെയ്യുന്ന എത്ര ശതമാനം ആൾക്കാർ ചെയ്യുന്നില്ല? സുഹൃത്തെ, നിങ്ങളെ ജീവിതത്തിൽ ഇതുവരെ പലിശയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ?
അങ്ങനെ ഇപ്പൊ കൊലപാതകം ചെയ്യുന്ന ആൾക്കാരില്ലേ, ഞാൻ മറ്റൊരാളെ ചോദിക്കുക അങ്ങനെയല്ല. അടിമയാക്കിയിട്ട് കെട്ടിയിടുന്ന ആൾക്കാരില്ലേ? അല്ല, അങ്ങനെയൊന്നല്ല ഈ ചോദിച്ചത്. പലിശ ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നിത്യേന എന്നോണം ബന്ധപ്പെടുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളെ അതില്ലാതെ ജീവിതത്തിൽ ജീവിക്കാൻ ഇന്ന് പറ്റില്ല വരെ എന്നൊക്കെ പറയുന്നത്. പലിശയുമായി ബന്ധപ്പെട്ട ഒരിടപാടിലും ഭാഗവാക്കായിട്ടില്ലേ? പലിശ ഞാൻ നേരിട്ട് വാങ്ങിയിട്ടോ കൊടുത്തിട്ടോ നേരിട്ട് ഇല്ല. വാങ്ങോ ഇല്ലേ എന്നല്ല ചോദ്യം. നിങ്ങൾ ബന്ധമായിട്ടുണ്ടോ വണ്ടി ഇല്ലയോ ഓടിക്കണ്ടോ? എനിക്കറിയില്ല. എന്റെ വണ്ടി ഓടിക്കണ്ടോ? വണ്ടി ഓടിക്കുന്നുണ്ട്. വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ? സുഹൃത്തെ, ഒരു ഇൻഷുറൻസ് ഉണ്ടോ? ഭരണഘടനയിൽ നിങ്ങൾ പറയുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഹറാമാണോ ഹലാലാണോ? ഇൻഷുറൻസ് എവിടെയാ ഹറാമാക്കിയിട്ടില്ലേ? ഇൻഷുറൻസ് ഹലാല അത് അല്ല, ഹലാലല്ല ഇൻഷുറൻസ് ഹറാമല്ല. ഹലാലാണ്. നിങ്ങൾ പറയും. ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഒരു നിർബന്ധമാക്കപ്പെട്ട ഒരു ഭരണകൂടം അവിടെ സംഭവം. കട്ടെ. അങ്ങനെ ആ, പറയും. നിർബന്ധമാക്ക ഭരണകൂടത്തിന്റെ നിയമം ഉണ്ടാവുമ്പോ അത് ആ, ചെയ്യേണ്ടി വരും. ചെയ്യേണ്ടി ഭരണകൂടം വരും. അതാ ഇസ്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞാലും ചെയ്യേണ്ടി വരും. എങ്ങനെ ചെയ്യേണ്ടി വരും? അല്ല, മനസ്സിലായോ? അതിപ്പോ നിങ്ങൾക്ക് ഇനി നമുക്ക് ചെയ്യാൻ മനസ്സിലായിട്ടില്ലേ? പറ്റില്ല. നമ്മളാ നാട്ടിൽ ജീവിക്കുന്ന അപ്പോ പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അടിമത്തം ഇല്ലാതായത് അള്ളാഹു ഉം, അനുവദനീയമാക്കിയത് കൊണ്ടോ നിർബന്ധമാക്കാത്തത് കൊണ്ടോ അല്ല. ലോകരാഷ്ട്രങ്ങൾ അടിമത്തം വളരെ കുറ്റകരമായിട്ടുള്ള തെറ്റായിട്ടാണ് കാണുന്നത്. ആ, ആ, ഒരാളും ഒരാളെയും അടിമയാക്കി വെക്കാൻ പാടില്ല എന്ന് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ അംഗീകരിച്ചവരാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ചില രാഷ്ട്രങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ മനുഷ്യരും. അതുകൊണ്ട് ഇസ്ലാം നിർബന്ധാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല ചെയ്യാത്തത്, ഇസ്ലാം ഹലാലാക്കിയത് കൊണ്ടും അല്ല. നമുക്ക് ആധുനിക ലോകത്ത് മനുഷ്യന്മാർ സമ്മതിക്കൂല, രാഷ്ട്രീയം സമ്മതിക്കൂല, നാടുകൾ സമ്മതിക്കൂല, രാഷ്ട്രത്തിന്റെ ഭരണഘടന സമ്മതിക്കൂല. അതുകൊണ്ടാ ചെയ്യാത്തത്. അപ്പൊ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ന് ഇവിടെ അടിമത്തം ഇല്ലാത്തത് ഇസ്ലാം അത് നിർബന്ധാക്കാത്തോണ്ടല്ല. ഞാൻ പോവാ ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഒരു 10 ഇസ്ലാം മത വിശ്വാസികളായ കുട്ടികള് അവർ ദൈവത്തെ പേടിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളോ തെറ്റുകളോ ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാരാന്ന് വിചാരിക്കേ. ഒറ്റടിക്ക് അവരോട് പറയും ദൈവവും ഇല്ല, ദൈവത്തിന്റെ സങ്കല്പം മാത്രമാണ്, സ്വർഗവും ഇല്ല, നരകവും ഇല്ല എന്ന്. ഈ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? ഈ കുട്ടികളുടെ ഭാവിയുടെ പ്രശ്നം നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെ ഒരു സാമൂഹ്യ ധാർമ്മികത പഠിപ്പിക്കുന്നതിനനുസരിച്ചിരിക്കും. ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഒരു 10 കുട്ടികൾ, ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഈ ഉദാഹരണം ഞാൻ ഇതിനു മുമ്പ് ഒരാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 9 ചീത്ത കുട്ടികൾ കൂടിയാണ് ഈ ഒരു നല്ല കുട്ടി ചേർന്ന് വെച്ചോ, ഞാൻ പറഞ്ഞുതരാം. അവന്റെ ധാർമ്മിക മൂല്യം, അവൻ അള്ളാഹുവിനെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കും. അവൻ ആ വിശ്വാസം ഇതോ ഇല്ലെങ്കിൽ 19 മദ്യപിക്കാറുണ്ടോ? അവന് മോശമാവും. നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ഇല്ല, ഞാൻ മദ്യപിക്കാറില്ല. നിങ്ങൾ മദ്യപിക്കാത്ത എന്തുകൊണ്ടാ? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. ഹറാമായതുകൊണ്ടല്ലേ? അള്ളാഹ് ശിക്ഷിക്കുന്നു പേടിച്ചിട്ടല്ലേ? അല്ല, താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെ പഠിച്ചോ. അപ്പൊ ഒരു മിനിറ്റ് നിങ്ങൾ സത്യസന്ധമായി ഉത്തരം പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഞെട്ടിത്തരിക്കല്ലേ? അപ്പൊ നിങ്ങൾക്ക് നാളെ ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ ഇസ്ലാം വിശ്വാസം നഷ്ടപ്പെട്ടു വിചാരിച്ചോ? നിങ്ങൾ പിറ്റേ ദിവസം മുതൽ കള്ളു കുടിക്കോ? എനിക്ക് ഇഷ്ടമില്ലാത്ത പക്ഷം ഞാൻ എപ്പോഴായാലും കുടിക്കത്തില്ല. എനിക്ക് ഇങ്ങനെയാണ്. അതായത് ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ മോഷ്ടിക്കാറുണ്ടോ? ഇല്ല. അള്ളാഹു നരകത്തിലിട്ട് ശിക്ഷിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ? അല്ല. അപ്പൊ നിങ്ങൾക്ക് നാളെ ഇസ്ലാം മത വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. നിങ്ങൾ നാളെ മുതൽ മോഷ്ടാവുമോ? ഇല്ല, ആവില്ല. അപ്പൊ മനുഷ്യനെ പറയാം, സാമൂഹ്യ ധാർമ്മികത. അല്ല, ഞാൻ പറയട്ടെ, അത് തെറ്റാന്നുള്ള ബോധ്യം എനിക്കിപ്പോ ഉണ്ട് എന്റെ ഈ വയസ്സിൽ. നേരെ മറിച്ച് ഇതേ കാര്യം ചെറിയ കുട്ടികളാണെങ്കിലോ? അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് സാമൂഹ്യ ധാർമ്മികത നമ്മൾ മതത്തിൽ ദൈവം ശിക്ഷിക്കുമെന്ന പേടിപ്പിക്കൽ കൊണ്ടല്ല പഠിപ്പിക്കേണ്ടത്. സാമൂഹ്യ ധാർമ്മികത പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തിന് ഗുണകരമാവുന്ന രീതിയിൽ എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടി മനുഷ്യരുണ്ടാക്കുന്നതാണ് ധാർമ്മിക മൂല്യങ്ങൾ. അപ്പൊ ആ ധാർമ്മികതകൾ പഠിപ്പിക്കപ്പെടുന്നത് അതേ രീതിയിലായിരിക്കണം. മോഷ്ടിക്കരുത് എന്തുകൊണ്ട്? കള്ളു കുടിക്കരുത്, അല്ലെങ്കിൽ മദ്യപിക്കരുത്, മയക്കുമരുത് പ്രശ്നമാണ് എന്തുകൊണ്ട്? ഇതിപ്പോ നിങ്ങൾ പറഞ്ഞതിലെല്ലാം മണ്ടത്തരങ്ങൾ കുറെ ഇല്ലത്. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടിനെ പഠിപ്പിച്ചത് അങ്ങനെയാണെന്ന് വെച്ചോ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അത് വളരെ കുറച്ചുകൂടി ലളിതമായിട്ട് ഉത്തരം പറഞ്ഞുതരാം. 10 കുട്ടികളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഞാൻ 20 കുട്ടികളുടെ ഉദാഹരണം പറയാം. 10 കുട്ടികൾ, 20 കുട്ടികളും വിശ്വാസികളാണ്. 10 കുട്ടികൾ ഒരു മദ്രസയിലും 10 കുട്ടികളെ വേറൊരു ഭൗതിക മദ്രസയിലും പഠിപ്പിക്കുന്നു. തെറ്റ്, സാമൂഹ്യ ധാർമ്മികത അനുസരിച്ചിട്ടുള്ള തെറ്റുകൾ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ധാർമ്മിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന് മോഷണം അല്ലെങ്കിൽ കൊള്ള, ഈ 2 കാര്യങ്ങൾ തന്നെ എടുക്കാം. ഇത് ഒരു ഭാഗത്ത് മദ്രസയിൽ മോഷ്ടിച്ച ആളുകൾക്ക് നരകത്തിലുള്ള ശിക്ഷ ഇത്രയാണ്, ഖബറിലുള്ള ശിക്ഷ ഇത്രയാണ്. മോഷണം എന്ന് പറഞ്ഞാൽ ഹറാമാണ്,
അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. ഈ രീതിയിൽ മതം എന്താണോ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് വെച്ചിട്ട് ആ ധാർമ്മികത പഠിപ്പിക്കുന്നു. മറ്റേ പാഠശാലയില് സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മോഷണം തെറ്റാകുന്നു, അത് മറ്റു മനുഷ്യരെങ്ങനെ ബാധിക്കുന്നു, അത് അവനവന്റെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെ ബാധിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ മൂല്യങ്ങളെ മുൻനിർത്തിയിട്ട് പഠിപ്പിക്കുന്നു. ഈ 20 കുട്ടികൾ മതം വിടുന്നു. ഒരു മിനിറ്റ്. ഈ 20 കുട്ടികൾ ഒരുമിച്ച് മതം വിടുന്നു. ഇതൊക്കെ ഉടായിപ്പാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതായത് ദൈവവിശ്വാസം തെറ്റാണ്, അതിൽ ദൈവവിശ്വാസം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഇതിലേത് കുട്ടികളാണ് മോഷ്ടാക്കളാവാനുള്ള ടെൻഡൻസി കൂടുതൽ ഉണ്ടാവുക? നിങ്ങൾ പറഞ്ഞ രീതി തന്നെ ആയിരിക്കും ഉണ്ടാല്. അതായത് മതവിശ്വാസപരമായിട്ട് തീർച്ചയായിട്ടും. അപ്പൊ മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നതിന്റെ പ്രശ്നമാണ്. ഈ മതവിശ്വാസത്തിന് ഒന്നിച്ച് തന്നെ ഈ ധാർമ്മിക മൂല്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വിചാരിക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും ഉണ്ടാവുക. മതവിശ്വാസത്തിൽ ഊന്നിയ ധാർമ്മിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു വീഡിയോ ഞാനിപ്പോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കേട്ടോളി. അതായത് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടി അടിമത്തത്തിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മതധാർമ്മികത കൊണ്ടാണ്. ലോകത്ത് ഇസ്ലാം മത വിശ്വാസത്തിന്റെ ധാർമ്മിക മൂല്യം പഠിച്ചതല്ലാത്ത ഒരാൾക്കും സ്ലേവറിയെ ന്യായീകരിക്കേണ്ട ബാധ്യത ഇന്നത്തെ കാലത്തില്ല. ഇഷ്ടം പോലെ ആൾക്കാര്. നിങ്ങൾ ന്യായീകരിക്കുന്നില്ല, പക്ഷെ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ഇസ്ലാമിൽ അനുവദനീയമായ ഒരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ തിന്മയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം തിന്മയായ ഒരു കാര്യം, തെറ്റായ ഒരു കാര്യം അള്ളാഹു അനുവദിച്ചു കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല. ഇന്നത്തെ ധാർമ്മികത കൂടെ ദൈവം ഉണ്ടെന്നും ദൈവഭയം വേണമെന്നും പഠിപ്പിക്കുന്നതിൽ എഫക്റ്റീവ് ആണോ അല്ലയോ? അല്ല. എന്തുകൊണ്ടല്ല? എന്തായിട്ട് ആവശ്യം? അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ കാര്യം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്നത്തെ ധാർമ്മികത മൂല്യത്തിനോടൊപ്പം ദൈവത്തിന്റെ ശിക്ഷയെ പറ്റിയിട്ടും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ ഇന്നത്തെ മൂല്യത്തിൽ നമ്മൾ അടിമത്തം തെറ്റാണെന്നാണോ കുഴപ്പമില്ല എന്നാണോ പഠിപ്പിക്കുക? സുഹൃത്തുക്കളെ മദ്രസ പഠിച്ചിരുന്നു. അതൊക്കെ വേറെ വിഷയങ്ങളല്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മദ്രസ അടിമത്തം ശരിയാന്ന്, അടിമത്തം ഹലാലാന്ന്. അടിമത്തം ഹലാലാണ് അല്ല, നമ്മളെ പഠിപ്പിക്കുന്നില്ല. അടിമത്തം ചെയ്യണമെന്നോ അടിമകളെ വാങ്ങണമെന്നോ വിൽക്കണമെന്നോ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അത് ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അത് ചെയ്യാം എന്നതാണ് ഹലാൽ എന്ന് പറഞ്ഞാല്. അത് പഠിപ്പിക്കുന്നില്ല. ആരാ പറഞ്ഞ? ഫത്വൽ മുഈൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കച്ചവടത്തിന്റെ മര്യാദകൾ, അടിമ കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അടിമയുടെ വില നിശ്ചയിക്കേണ്ട രീതി ഒക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഇല്ല, അന്നത്തെ കാലത്ത് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അല്ല, അന്നത്തെ കാലത്ത് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നല്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആപ്ലിക്കബിൾ അല്ല, അതിനെ കൊണ്ട് കാര്യമില്ല. ആപ്ലിക്കബിൾ അല്ലാത്തത് മതത്തിന്റെ പോരിശ കൊണ്ടല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതെല്ലാം വിടും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ധാർമ്മികത നേരത്തെ പറഞ്ഞില്ല ലെസ്ബിയൻ ശരിയാണെന്ന്. നിങ്ങൾ തീർച്ചയിലേക്ക് വരും. ഒന്നാമത് എന്താ പറയുക, എനിക്ക് ഈ വിഷയത്തിലല്ല എന്റെ ശ്രദ്ധയുള്ളത്. ഞാൻ മനുഷ്യരെ കുറിച്ച്, മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, നിങ്ങൾ പോയി ചോദിക്കും. ശരി ശരി എന്നാലും ഓക്കെ.